നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. അപ്പം മീനക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രലഗ്നാധിപതിയും കർമാധിപതിയായിരിക്കുന്ന വ്യാഴം അപജയസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത്തിരി ഒരു ദൈവാധീനക്കുറവുണ്ട്. എങ്കിൽ പോലും നിപുണായോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെ ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. മാളവ്യയോഗം ചെയ്ത് ശുക്രൻ രാഹുവിനോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് വീട് വിട്ടു നിന്ന് പ്രവൃത്തിയെടുക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. മാളവ്യയോഗം എന്ന് പറഞ്ഞാൽ ഗീതപ്രിയോ രജതരക്ത പരിസരശ്രീ സദ്വസ്ര ഭൂഷണയുധോ വിഷയോപഭക്തന, നല്ല വസ്ത്രം ധരിക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ ആഭരണലാഭം, ആഭരണങ്ങൾ കിട്ടുക, അതേപോലെ നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള എല്ലാ ഗുണങ്ങൾക്കും യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ 4-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പം ഭാഗ്യാധിപതി 4 നിൽക്കുന്നതുകൊണ്ട് കുടുംബഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും 4-ൽ പാപയോഗം വരുമ്പോൾ വീട് വിട്ട് നിൽക്കാനും, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, എടുത്തേട്ടം, കലഹ സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാനും യോഗമുണ്ട്. അപ്പോൾ വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ നിപുണതയോടുകൂടി പ്രവൃത്തി എടുക്കാനും, അതേപോലെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും, ആ സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ്. പക്ഷേ ദൈവാധീനം ഉണ്ടാകാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ, നല്ല പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം. അതേപോലെ തന്നെ 12ലാണ് ശനി, 7 ശനി തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം എന്താ വെച്ചാൽ ശനി 12 എന്നാൽ ഋണവാൻ എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ എന്തെങ്കിലും ലോൺ എടുക്കുക, മറ്റ് ബാധ്യതകൾ ഉണ്ടാക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗം ഉള്ളത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ലോണും അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിപ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ലോണൊന്നും എടുക്കാതിരിക്കുക, ബാധ്യതകൾ ഉണ്ടാക്കാതിരിക്കുക, അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ നിപുണായോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. 7-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. 7-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നതെങ്കിലും 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ശാരീരിക ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ കുടുംബ സ്വത്ത് സംബന്ധമായിട്ടോ താമസിക്കുന്ന വീടിൻ്റെ വഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഭൂമി സംബന്ധമായിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.